ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകജാലകം, സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം. അറിവിൻ തരംഗമായി ദഅവത്തിനു പൂരണം, മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം. ചോദ്യം, കൈക്കൂലി വാങ്ങല് അനുവദനീയമാണോ എന്നുള്ളതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലഅനല്ലാഹു റാഷിയ വൽ മുർതഷിയ വറായിഷ, അങ്ങനെയുണ്ട്. കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും കൈക്കൂലിക്ക് ഇടയാളാകുന്നവനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅനത്ത് ചെയ്തിരിക്കുന്നു. വൻദോഷാണെങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅനത്തുള്ളൂ. ചെറിയ ദോഷമൊന്നും ആണെങ്കിൽ ലഅനത്തും അറിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരത്താക്കട്ടെ എന്ന് നബി തങ്ങളുടെ ദുആണ്. അപ്പോ കുലിക്കലും കുലിങ്ങലും അതിനയാളനാകലും മൂന്നും വൻദോഷമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കടുത്ത ഹറാമാണ് തന്നെ. അതുകൊണ്ട് നാട്ടിൽ തന്നെ അരക്ഷിതത്വം വരും എന്ന് ഹദീസുകളിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കൈക്കൂലി കൊടുക്കലും ഹറാമ്, കൈക്കൂലി വാങ്ങലും ഹറാമ്, കൈക്കൂലിക്ക് ഇടയാളനാകലും ഹറാമ്. ഹറാമ് വെറും ഹറാമല്ല, വൻദോഷം. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഒരു PM വന്നാണ്. കൈക്കൂലി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ എന്ന്. അസ്സലാമു അലൈക്കും. പഠിച്ചോനെ, കൈക്കൂലി എന്ന് പറഞ്ഞാൽ എന്താന്ന് തിരിയാത്ത മനുഷ്യന്മാരുണ്ടാവുക. ഒരു ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗം വഹിക്കുന്ന ആളിൽ നിന്നും അനധികൃതമായ മാർഗത്തിലൂടെ വല്ല സ്വാധീനങ്ങളും നേടിയെടുക്കാൻ വേണ്ടി അയാൾക്ക് ചെയ്തു കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, അത് കാശായിട്ടാവാം, വസ്തുവായിട്ടാവാം, മറ്റു നിലക്കാകാം, അതൊക്കെ കൈക്കൂലിയുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെടുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കാത്ത് പിരിക്കാൻ വേണ്ടി നിയമിച്ച ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഇബ്നുൽ ലുത്തബിയ എന്ന പേരിലുള്ള ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം സക്കാത്ത് പിരിച്ചു കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്നിട്ട് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഇതൊക്കെ സക്കാത്തിന്റെ കണക്കിൽ ഗവൺമെന്റ് അടക്കാനുള്ളതാണ്, ഇത് എനിക്ക് അതിയായിട്ട് കിട്ടിയതാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെമ്പറിൽ കയറിയിട്ട് ഒരു പ്രസംഗം ചെയ്തു. ആ കൂട്ടത്തിൽ പറഞ്ഞു, ചില ആളുകൾ നമ്മൾ ഗവൺമെന്റിന്റെ ചില ജോലികൾ അവരെ വിശ്വസിച്ചേൽപ്പിക്കുന്നു. അവർ ഡ്യൂട്ടി നിർവഹിച്ച് തിരിച്ചു വന്നുകൊണ്ട് പറയുന്നു, ഇത് ഗവൺമെന്റ് ഫണ്ടിലേക്ക് അടക്കാനുള്ളതാണ്, ഇത് എനിക്ക് ഹദിയാണ് എന്ന്. എങ്കിൽ ഞാൻ അവരോട് പറയുന്നു, അവന്റെ പിതാവിന്റെ വീട്ടിൽ പോയി ഇരിക്കട്ടെ അവൻ, അല്ലെങ്കിൽ അവന്റെ മാതാവിന്റെ വീട്ടിൽ പോയി ഇരിക്കട്ടെ, എന്നിട്ട് അവന് വല്ലതും ലഭിക്കുന്നോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ ജോലി, ഈ സ്ഥാനത്ത് ഇയാൾ ഇരിക്കുന്നത് കൊണ്ടാണ് ആ ആനുകൂല്യം അവർക്ക് ലഭിച്ചത് എങ്കിൽ അത് കൈക്കൂലിയാണ്. കല്യാണത്തിന് വിളിക്കുന്നത് വരെ, മനസ്സിലായില്ലേ? ഒരു ഖാളി അഥവാ ഒരു ജഡ്ജി തന്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് കല്യാണത്തിന് വിളിച്ചാൽ ആ കല്യാണത്തിന് പോകൽ കറാത്താണ് എന്ന. പള്ളിക്കല മൂല്യാരെ പറ്റി അല്ല പറയുന്നത് കേട്ടോ. ഖാദി പറഞ്ഞ അധികാരി, പറഞ്ഞ ഭരണാധികാരിയാവുന്ന വിധികർത്താവ്. കാരണം എന്താ, അങ്ങനെ സക്കാരത്തിന് വിളിച്ചു, കല്യാണത്തിന് വിളിച്ച് ലോഗ്യായി, ഇയാൾ ഒരു കേസുമായിട്ട് അവിടെ വരുമ്പോ ഇയാളോട് പ്രത്യേകമായ ഒരു ചായ്വ് പെട്ടുപോകാൻ സാധ്യതയുണ്ട്, അതുവരെ സൂക്ഷിക്കണം എന്നർത്ഥം. അപ്പൊ ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളെ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതൊക്കെ ഈ അധികാരത്തിന്റെ പേരിലാവുമ്പോൾ അത് കൈക്കൂലിയുടെ പരിധിയിൽ വരും. അത് സൂക്ഷിക്കേണ്ടതാണ്. അതേസമയത്ത് കൃത്യമായിട്ട് കോഴ കൊടുക്കുന്നുണ്ട്, അത് ഇന്നത്തെ നിത്യ സംഭവമാണ്. കോഴ വാങ്ങാത്തവനൊന്നും ഉദ്യോഗമില്ല, ഉദ്യോഗത്തിൽ ഇരിക്കാനും കഴിയില്ല, മറ്റുള്ളവർ പാര വെച്ച് തെറിപ്പിക്കും എന്നതൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും അതുകൊണ്ട് അത് ഹലാലാവുന്നില്ല, കോഴകളെല്ലാം കൈക്കൂലികളാവുന്നു. അസ്സലാമു കട വെക്കാനായി അതുകൊണ്ട് ആദ്യം ചോദിക്കുകയാണ്. ഉസ്താദ്, ഞാൻ മുമ്പ് ഒരു കേസിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കേസിൽ പെട്ടപ്പം
പിന്നെ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മാർഗമില്ല. അപ്പൊ കൈക്കൂലി വിഷയം പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്. അങ്ങനെ പിന്നെ ആക്സിഡന്റ് കേസിൽ ഇനി ജീപ്പ് തട്ടി ആക്സിഡന്റ് ആയപ്പോൾ ഞാൻ പോലീസ് കേസ് കഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ അയാളോട് പിന്നെ കാലിട്ട് അപേക്ഷിച്ച് നിങ്ങളിതൊന്ന് ഒഴിവാക്കി തരണം, എനിക്ക് ഗൾഫിൽ പോകാനായി പറഞ്ഞപ്പോൾ അയാൾ എന്താ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, ഒഴിവാക്കി തരില്ല, അങ്ങനെ ഇതാ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ സാക്ഷി കാശായ ഒരാളാണ്, ഗോപാലൻ എന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇതിന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് എന്താ വേണ്ടി തരാന്ന് പറഞ്ഞു. അപ്പൊ ഒരു പറഞ്ഞ് 5-8 നടത്താപ്പോത്തിന് പോകാൻ ഞങ്ങളൊക്കെ നടന്ന് മടുത്തിന്, എനിക്ക് പോരാനായും ചെയ്തു. അപ്പൊ ഇവ പറഞ്ഞു എനിക്കൊരു കുട്ടി വാങ്ങിയെന്നാ മതിയാണ്, കുട്ടി എന്ന് പറഞ്ഞാൽ മദ്യം എന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കെന്താ തിരക്കതായി പോകാൻ എനിക്ക് വേറെ മാർഗമില്ല, അതുകൊണ്ട് പിന്നെ എന്റെ ഭാഗം പറഞ്ഞു. അപ്പൊ കോടതി വെച്ചിട്ട് ഇപ്പം പറഞ്ഞ് ഞാൻ അങ്ങനെ സംഭവം കണ്ടിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. ഇതോടുകൂടി മറ്റു സാക്ഷികളും എന്റെ ഭാഗത്ത് നിന്ന് മാറും ചെയ്തു. ആ മാറിയ സാഹചര്യത്തിൽ ഞാൻ ഇവന് പറഞ്ഞ കരാറ് വാങ്ങിക്കൊടുക്കാനാണല്ലോ, ഞാൻ അവനെ പൈസ കൊടുത്ത്. അപ്പൊ ഇതിന്റെ വിധി എന്താ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇത് കേസിന് കഴിച്ചിടാൻ വേണ്ടി ഓൻ പറഞ്ഞ് ഹിന്ദുവാണ്, ഞാൻ പറഞ്ഞ വാങ്ങാൻ കൊടുക്കാനുള്ള പൈസ കൊടുത്ത് ഞാൻ കേസിന് കഴിച്ചിലായി. പിന്നെ കേസിന് കഴിച്ചിലാൻ വേറെ ഇതുണ്ട്, മേൽമുറി ഉസ്താദ് തങ്ങളെ തന്നപ്പോൾ തങ്ങൾ പറഞ്ഞ് ഇത് കഴിച്ചിലാവും, ഇത് പോയിക്കോ, നാട്ടിലെത്തുമ്പോഴത്തേന് ഇത് റിസൾട്ട് കഴിച്ചിലാന്ന് വെച്ച് കേൾക്കും പറഞ്ഞു. മേൽമുറി തങ്ങൾ ദ്വാ ചെയ്ത് നാട്ടിലെത്തി ചെയ്തും ചെയ്ത്. എന്നാലും തന്നെ പറഞ്ഞ വാക്ക് ഞാൻ ഓന് വാങ്ങി കൊടുത്തിട്ടുണ്ട്, അല്ല പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാങ്ങിയാൽ കുടിക്കാൻ ഞാൻ അറിയില്ല. ഇതിന്റെ ഒന്ന് ഉസ്താദ് പറഞ്ഞാൽ ഉപകാരം. ഇനി അസ്സലാമു അലൈക്കും. അതന്നെ കൈക്കൂലി എന്ന് പറയുന്നത്, അത് തന്നെയാണ് കൈക്കൂലി എന്ന് പറയുന്നത്. ഖാദിനെ സ്വാധീനിക്കുക, സാക്ഷികളെ സ്വാധീനിക്കുക, ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് തന്നെയാണ് കൈക്കൂലി എന്ന് പറയുന്നത്. ആയിക്കൂടെ പിന്നെ ആണെങ്കിലോ അപ്പൊ രണ്ട് കേടായി. മുസ്ലിമായ മനുഷ്യന് ഹറാമുള്ളതൊക്കെ കാഫിറിനും പാടില്ല എന്ന് തന്നെയാണ് നമ്മളെ നിയമം. അങ്ങനെ വരുമ്പോൾ അതൊരു തെറ്റ് വേറെ, അള്ളാഹുവിനോട് പൊറുക്കുന്ന തേട വന്നത് തെറ്റാണ്. ബദർ വെയ്ത്തില്ല, നല്ല കേസ് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ല ബദർ വെയ്ത്തില്ല. ബഹുമാനപ്പെട്ട മരക്കാറ്റില്ലാരെ അജ്ജുൽ ബി ഫത്ഹിൻ മിൻക യാ റഹ്മാനന എന്ന് പറയുന്ന ഒരു ബദർ വെയ്ത്ത് ഉണ്ട്. അതങ്ങോട്ട് ചെല്ലിയാലും ശരാമത്താകാത്തൊരു കേസും ദുന്യാവിൽ കേട്ടിട്ടില്ല. അങ്ങനെയൊക്കെ മഹാന്മാരുമായിട്ട് അടുത്ത് ദുആ ചെയ്യിപ്പിക്കുക, ദുആ ചെയ്യുക, സ്വാലിഹ അമലുകൾ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഇതാണ് വഴി. കൈക്കൂലി ഉപയോഗിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ലാനല്ലാഹു റാഷിയ വൽ മുർത്തഷിയ വർ റായിഷ, കൊടുത്തവനെയും വാങ്ങിയവനെയും അതിന് ഇടനിന്നവനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ലാനത്ത് ചെയ്തിരിക്കുന്നു. അപ്പൊ ചെയ്തു പോയത് തെറ്റാണ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഓക്കെ. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം. സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു. അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല, മൗലിദ്, ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത്, ഹദ്ദാദ്, റാത്തീബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്. അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ. സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ്, ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.